ഒരു നാട്ടിൽ ഇലക്ഷന് വോട്ട് ചെയ്താൽ ജനങ്ങളുടെ കൈവെട്ടിക്കളയുന്ന ഒരു സ്വഭാവം അവിടുത്തെ പാർട്ടിക്കാർക്കുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ അവിടെ വരുന്ന പോലീസുകാരൻ ഒരു കഥ പറയാൻ തുടങ്ങുന്നു. ആ സമയം നമ്മുടെ അണ്ണൻ ജയിലിലായിരുന്നു. അവിടെ വെച്ച് ആദ്യം തന്നെ അണ്ണന്റെ ഒരു രക്ഷകനെട്രി. പിന്നെ അവിടുത്തെ ജയിലറുമായി അണ്ണൻ കമ്പനിയാകുന്നു. അങ്ങനെയിരിക്കെ ജയിലർ മരിക്കുകയും ജയിൽ റിലീസാകുന്ന അണ്ണൻ അദ്ദേഹത്തിന്റെ മോളെ സ്വന്തമായി വളർത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ വളർന്നു വലുതായി ഒരു ബാലയ്യ ഫാനായി മാറുന്നു. പിന്നെ പടത്തിൽ വില്ലന്മാർ വേണം എന്ന് വിചാരിച്ച് ഇന്ത്യയിലേക്ക് ഇല്ലീഗൽ വെപ്പൺ ഇമ്പോർട്ട് നടത്തുന്ന ഒരു ക്രൂരനായ വില്ലനെ കൊണ്ടുവരുന്നു. എന്നിട്ട് അവന്റെ കുറച്ച് വില്ലത്തരങ്ങൾ. ഒരു വില്ലൻ മാത്രം പോരാ, നമുക്കിതൊരു പൊളിറ്റിക്കൽ പടമാക്കണം എന്ന് പറഞ്ഞ് രംഗസ്വാമിയെ കാണിക്കുന്നു. പിന്നെ വളർന്നു വലുതായ വിജിയെ ആർമിയിൽ ചേർക്കാൻ അണ്ണൻ നോക്കുന്നു. എന്നാൽ ആൻസൈറ്റി ഇഷ്യൂ ഉണ്ടായിരുന്ന അവൾക്ക് സിംഗപ്പെണ്ണാകുന്നതിനേക്കാൾ ഇഷ്ടം കോളേജിലുള്ള കാർത്തിക് എന്നു പറയുന്ന ഒരുത്തനെയും കെട്ടിജീവിക്കാനാണ്. ഇതറിഞ്ഞ അണ്ണൻ നമ്മുടെ പാൻ ഇന്ത്യൻ ഓപ്പൺഹൈമറായ പൂജ ചേച്ചിയെ ഇറക്കി അവളെക്കൊണ്ട് ആർമി പേപ്പേഴ്സിൽ സൈൻ ചെയ്യിക്കുന്നു. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു ഡാൻസും. പിന്നെ ഈ വെപ്പൺ മാഫിയയെപ്പറ്റി അന്വേഷിക്കുന്ന കുറച്ചുപേർ ആ വിവരം വിജിയുടെ കയ്യിൽ കൊടുത്ത് ഒരു മന്ത്രിയുടെ അടുത്തെത്തിക്കുന്നു. ഇതറിഞ്ഞ ഹിംലർ വിജിയെ കൊല്ലാനായി ആളുകളെ വിടുന്നു. എന്നാൽ അവിടെ വെച്ച് അണ്ണനെ കണ്ട് പേടിച്ചോടുന്ന അവർ വേറൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. പണ്ട് അണ്ണനും ഹിംലറും പോലീസുകാരായിരുന്നുവെന്നും രംഗസ്വാമിയുടെ റാഗിംഗ് കാരണം ഹിംലർ ആൾട്ടർ ഈഗോ കയറി ഇങ്ങനെ വില്ലനായതാണെന്നും ഹിംലറെ കൊന്ന കുറ്റത്തിനാണ് അണ്ണൻ ജയിലിൽ കിടന്നത് എന്നുമൊക്കെ കാണിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞ് വിജി ആർമിയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവളെ ട്രെയിൻ ചെയ്യിക്കാൻ ഒരാളുടെ അടുത്ത് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് നന്നായി മോട്ടിവേറ്റഡായ വിജി ഒടുവിൽ കാർത്തികിനെ തേക്കുന്നു. പിന്നെ അണ്ണന്റെ ആളുകളെ കൊല്ലാൻ വരുന്ന രംഗസ്വാമിയെ പിടിച്ച് ഹിംലർ എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും അവൻ സ്വസ്നിയ എന്ന രാജ്യത്തെ നശിപ്പിച്ചതുപോലെ ഇന്ത്യയിലും ചെയ്യാൻ പോകുകയാണെന്നും അണ്ണൻ മനസ്സിലാക്കുന്നു. തുടർന്ന് ഹിംലർ കുറച്ച് AI റോബോട്ടുകളെ ഇറക്കി CMനെ ബന്ദിയാക്കി വെക്കുന്നു. എന്നാൽ ആ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യുന്ന അണ്ണൻ അവ പരസ്പരം നശിപ്പിക്കുന്ന രീതിയിലാക്കുന്നു. അങ്ങനെ അകത്തുകയറുന്ന അണ്ണൻ പതിവുപോലെ ഹിംലറെ കൊല്ലുകയും വിജിയെ സിംഗപ്പെണ്ണാക്കി നാടിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ കഥയൊക്കെ കേട്ട് ത്രില്ലടിച്ച ജനങ്ങൾ നേരെ പോയി വോട്ട് ചെയ്യുകയും ചെയ്യുന്നു.